ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ കുറച്ച് ക്രിസ്മസ് ഒക്കെ ആവാറായില്ലോ. അപ്പോൾ എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളിലാവും. അപ്പോൾ ഞങ്ങളും അതിനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ ഞാനിന്ന് പോയിരിക്കുന്നത് ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഷോപ്പാണ് ഫാബ് ആൻഡ് ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല റീസണബിൾ റേറ്റാണ്, നല്ല മെറ്റീരിയലാണ്. അവിടുത്തെ ക്ലോത്ത് നല്ലൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ എല്ലാതും. അപ്പം ഞാനൊരു വർഷം ഒരു കൊറോണ സമയം മുതൽ ബെഡ്ഷീറ്റൊക്കെ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്. അപ്പം പിന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള എല്ലാ കേർട്ടൻസും ഇതൊക്കെ വാങ്ങിയപ്പോൾ നല്ല ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. മെറ്റീരിയൽ എല്ലാം നമുക്ക് ബെഡ്ഷീറ്റ് ആയാലും അങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് വരാറില്ല. റീസണബിൾ പ്രൈസാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറേയൊന്നും അങ്ങനെ വാങ്ങില്ലേ. നമുക്ക് ഈ കുഷനൊക്കെ വാങ്ങിയ സമയം കഴിഞ്ഞ് അതെല്ലാം എടുത്ത് വയ്ക്കണം, സ്റ്റോർ ചെയ്യണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു 2 കുഷ്യനൊക്കെ കവറ് ക്രിസ്മസ് ഒരു ചെറിയ ഡെക്കറേഷനായിട്ട് വാങ്ങാൻ വെച്ച് പോയതാണ്. ഏതാ എടുക്കേണ്ടതെന്ന് അറിയാത്ത അത്ര അധികം സെലക്ഷനാണ് കേട്ടോ അവിടെ. അപ്പോൾ ബ്രോഡ്വേയിൽ തന്നെയാണത്. നിങ്ങൾക്ക് ഫാബ് ആൻഡ് ഹോം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും പോകണമെങ്കിൽ ബെഡ്ഷീറ്റ് അല്ലാതെ സാധാരണ നമുക്ക് പോകാനായാലും ഒരു ഹോം ഡെക്കറേഷനൊക്കെ പറ്റി എല്ലാതും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ട് കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കുഷ്യനും കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു, ചെറിയൊരു ക്രിസ്മസ് തീമൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കണ പഴയ ലുക്ക്. അപ്പോൾ ഇതൊക്കെ മാറ്റി പുതിയതാക്കണം കേട്ടോ. അപ്പോൾ ആ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ട്രീ ഒക്കെ വെച്ചു. കുറച്ച് ലൈറ്റ് പഴയതൊക്കെ കയ്യിലുണ്ടായത് തന്നെയാണ് കേട്ടോ. എല്ലാ വർഷമൊന്നും അങ്ങനെ വാങ്ങാറില്ല. ഞാൻ പുതിയ മോഡൽ വരുമ്പോൾ ഒക്കെ ചിലപ്പോൾ അങ്ങനെ വാങ്ങും. അപ്പോൾ ഇത്തവണ അങ്ങനെ ഇതൊന്നും വാങ്ങിയിട്ടില്ല, കയ്യിലുള്ളത് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ അത് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ അത് ആ കേട്ടനൊക്കെ ഒന്ന് മാറ്റി ഇതിപ്പോൾ വാങ്ങിയതാണ്. അവർ നമുക്ക് ആ മെഷർമെൻറ്റ് പറഞ്ഞ് അതിന് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ കട്ട് ചെയ്ത് ലെങ്ത്തൊക്കെ കറക്റ്റാക്കി നമുക്ക് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഒരു ക്രിസ്മസിൻ്റെ തീമായിട്ട് ഇങ്ങനെ ഒരു കുഷ്യൻ്റെ കവറും വാങ്ങി. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. റെഡാണ് ക്രിസ്മസിൻ്റെ തീമാണെങ്കിലും നമുക്കത് പിന്നീടും യൂസ് ചെയ്യാം. പിന്നെ ഈ ലൈറ്റ്സൊക്കെ ഓൺലൈനിൽ ലാസ്റ്റ് ഇയർ വാങ്ങി തന്നെയാണ്, ഒന്നും കേടൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് കാർഡ്ബോർഡിലൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ വർഷമൊന്നും പുതിയത് വാങ്ങണ്ട. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവർ എല്ലാ വർഷവും നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. കുറേ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇതൊക്കെ കണ്ടു. എനിക്ക് എൻ്റെ മുഴുവൻ പേരൊന്നും അറിയില്ല. കണ്ടു എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്ത് എല്ലാ വർഷവും എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നും കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ എടുത്തു. അപ്പോൾ അതങ്ങനെ സെൻറ്റർ ടേബിളിലും അതുപോലെ തന്നെ ഗ്ലാസ് സൈഡിലൊക്കെ മിററിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വൃത്തിയായി വെച്ച് എല്ലാ കൊല്ലം അങ്ങനെ പുതിയത് മാറ്റാറില്ല, എന്നാലും ചെറുതൊക്കെ അവർ പിന്നെയും വാങ്ങാറുണ്ട്. കയ്യിലുള്ളതും നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി, പൊട്ടാതെയൊക്കെ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആകുമ്പോൾ പൊട്ടി പോവാതെ നോക്കണം. നമുക്ക് നന്നായിട്ട് ക്ലോത്തൊക്കെ വെച്ച് കാർഡ്ബോർഡിലാക്കി കബേർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേടുവരില്ല. പിന്നീട് നമുക്ക് തുടച്ച് ഉപയോഗിക്കുന്നത് നന്നായിട്ട് തോന്നിയിട്ട്. അതൊക്കെ പുതിയ ഐറ്റംസാണ്, ലാസ്റ്റ് ഇയർ കാണാത്ത വിധം. അപ്പോൾ ഞാൻ തന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു വുഡും ക്ലേ തന്നെയാണോന്ന് അറിയില്ല. പിന്നെ അത് അവരെ സ്റ്റാറും ഒക്കെ ഒന്ന് എടുത്തു. കണ്ടോ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇങ്ങനെ കാണാം. അവരിങ്ങനെ വാങ്ങും. ഇതിൻ്റെയൊക്കെ എക്സിബിഷൻ വരുമല്ലോ എറണാകുളത്ത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓൺലൈനിലും പല ഡിഫറെൻ്റ് ആയിട്ട് കുറേ അവൈലബിളാണ്. കണ്ടോ, ഇതൊക്കെ പുതിയൊരു ഇതാണ്, തവണ കണ്ടതാണ്. എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. കാണാൻ ഇഷ്ടം കൊണ്ട് ഞാൻ പോയി ഇങ്ങനെ എടുക്കും, എല്ലാം കാണുമെന്നല്ലാതെ എനിക്കങ്ങനെ മുഴുവൻ പേരൊന്നും അറിയില്ല. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത് തന്നെയാണ്. വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്നോമാനൊക്കെ, പിന്നെ ആ ട്രീ അതൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ മൊത്തത്തിൽ പുറത്തുള്ളത് ആ ഡിയറിൻ്റെയൊക്കെ പുതിയതാണ്. ലൈറ്റ്സ് നമ്മൾ സ്റ്റാർ ഇട്ടക്കണേ, അവർ വേറെ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ലൈറ്റിൻ്റെ പല വിധത്തിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ് ഓൺലൈനിൽ. പിന്നെ ഡോറിൻ്റെ ഇതിൽ എല്ലാവരും റൗണ്ടാണ്. ഇപ്പോൾ ഇത്തവണ അവർ മാറ്റിയിട്ടുണ്ട്. അതും സ്റ്റാർ തന്നെ ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് കാഴ്ചകൾ. ഇനി ബ്രോഡ്വേയിലൊക്കെ പോയിട്ട് എടുക്കണമെന്നുണ്ട്, എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പോയി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യട്ടോ. നല്ല ഭംഗിയുണ്ട് ബ്രോഡ്വേയിൽ രാത്രി. അപ്പോൾ എല്ലാവരും പോകാത്തവരൊക്കെ പോയി കാണുക. നമ്മൾ പോയത് പകലാണ്, അതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ ഒന്നും എടുക്കാത്തത്. രാത്രി പോയാൽ ലൈറ്റ്സൊക്കെ ആയിട്ട് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഡെക്കറേഷൻ വീട്ടിൽ. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. താങ്ക്